മറ്റൊരു പ്രതികരണത്തിലേക്ക്. വനംവകുപ്പ് വന്നുകൊണ്ടിരിക്കുന്നല്ലോ, അവരെ നോക്കിക്കണം. ഇപ്പോഴത്തെ ഇതെന്താണ്? എന്തോ നിങ്ങളിപ്പോൾ ബോഡി വിട്ട് നൽകുന്ന തന്നെയാണോ പറഞ്ഞത്? നമുക്ക് ഒരു 2 വർഷം മുമ്പേ പിണോർക്കുടിയിൽ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട് ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് പോയതാണ്. പക്ഷെ നടപടിയായില്ല. ഈ പ്രാവശ്യം ആരും വിട്ടുകൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജനങ്ങൾ ബോഡി വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാതെ വിട്ടുകൊടുക്കും. എന്തായാലും കൃത്യമായ ഇടപെടൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വേണം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വനമന്ത്രിയെ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു നാട്ടുകാരിൽ പലരും. പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം കൂടി നാട്ടുകാർ അല്പസമയം മുൻപ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ എത്താതെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല. നാളെ ഈ മേഖലയിൽ ഹർത്താൽ നടത്താൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ജനങ്ങൾ ഒന്നടങ്കമാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ മൃതശരീരം, മരിച്ച എൽദോസിന്റെ മൃതശരീരം അവിടെ നിന്ന് മാറ്റണമെങ്കിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 24 ലക്ഷം രൂപ എൽദോസിന്റെ കുടുംബത്തിന് നൽകണം. എൽദോസിന് ആകെയുള്ളത് പ്രായമായ മാതാപിതാക്കളാണ്. അവർക്ക് ഈ നഷ്ടപരിഹാര തുക വാങ്ങിയെടുക്കാൻ ഓഫീസുകൾ കയറി ഇറങ്ങാൻ സാധിക്കില്ല എന്ന വളരെ ശക്തമായ അല്പസമയം മുൻപ് നമ്മളോട് ഒരു നാട്ടുകാരൻ പ്രതികരിച്ചിരുന്നു. ആ ഉറപ്പ് മാത്രമല്ല അവർക്ക് വേണ്ടത്, പൈസ നാളെ തന്നെ കൈമാറണം. പണം കൈമാറാതെ ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. നാട്ടുകാർ ഒന്നടങ്കം ഈ മേഖലയിലേക്ക് ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ വലിയൊരു ജനസഞ്ചയത്തെ കാണാം. അവർ എല്ലാവരും ഭയത്തോടെയാണ് ആ മേഖലയിൽ ജീവിക്കുന്നത്. ഇരുവശത്തും കാടാണ്, നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ആ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ശല്യമുണ്ട്. കൃത്യമായി ട്രഞ്ചിന്റെ നിർമ്മാണം നടത്തണം, വേലി സ്ഥാപിക്കണം. ഇതെല്ലാം നാട്ടുകാർ പലതവണയായി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇതിലൊന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ മാസവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ, ഇതിനോട് ചേർന്ന മേഖലയിൽ തന്നെ കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു. നിരവധി പേർക്ക് കാട്ടാനയുടെ ആക്രമണം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത ദിവസമാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കാട്ടാന മറിച്ചിട്ട് പന വീണ് മരിച്ചത്. അത്തരത്തിൽ വലിയ ഭയത്തോടെയാണ് ആ മേഖലയിലെ ജനങ്ങൾ കഴിയുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ അത് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം. ഫോറസ്റ്റുകാർ മാത്രം വന്നിട്ട് കാര്യമില്ല, വേണ്ട ഉദ്യോഗസ്ഥരല്ല, ജനപ്രതിനിധികൾ തന്നെ എത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. മന്ത്രി ഉൾപ്പെടെ എത്തണം, അതിലൊരു ഉറപ്പ് നൽകണം. അത് മാത്രമല്ല, ഇതിനു മുൻപ് അവിടെ മരണമുണ്ടായപ്പോഴും നൽകിയ വാഗ്ദാനം അത് കടലാസിൽ ഒതുങ്ങി, അതിനുള്ള ആ കടലാസുകളൊക്കെ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ഉറപ്പല്ല, അതിലൊരു ആക്റ്റാണ് വേണ്ടത്. അതിൽ പ്രവൃത്തി തന്നെ അവർക്ക് കാണണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. 24 ലക്ഷം രൂപ മാതാപിതാക്കൾക്ക്, അത് പ്രായമായ മാതാപിതാക്കളാണ്, അസുഖബാധിതരാണ്, എൽദോസിന്റെ മാതാപിതാക്കൾക്ക് നൽകണം എന്നുള്ള ആവശ്യത്തിലാണ് നാട്ടുകാർ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ മറ്റാവശ്യങ്ങൾ, ട്രഞ്ച് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം, ഇതെല്ലാം നടപ്പിലാക്കണം. ഒപ്പം തന്നെ ആ മേഖലയിൽ ലൈറ്റ്, അതായത് വേണ്ട വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു ലൈറ്റ് സ്ഥാപിച്ചത്. അല്പസമയം മുൻപാണ് ഒരു ലൈറ്റ് സ്ഥാപിച്ചത്. കൂരിരുട്ടിലൂടെയാണ് പലപ്പോഴും നാട്ടുകാർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള പരാതി കൂടി അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ അർദ്ധരാത്രിയിലും അവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.